2020 ഞാൻ 10ാം ക്ലാസ് കഴിയുമ്പോൾ അന്ന് ഇവിടെ കൊറോണ തുടങ്ങുകയാണ്. അതിന് ശേഷം ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെ യൂണിവേഴ്സിറ്റിയിലോട്ട് വരണം എന്നായിരുന്നു വിചാരിച്ചുള്ളത്. പക്ഷേ ആ ഒരു എക്സാം കഴിഞ്ഞ ടൈമായപ്പോൾ മനസ്സിൽ നിന്ന് ഒരു പിടിച്ച് എന്താ പറയുക, പോകണ്ട, മര്യാദയ്ക്ക് സാധാ സ്കൂളിൽ പോയി ചെക്കന്മാരോടെ അടിച്ചു പൊളിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ വിചാരിച്ച് യൂണിവേഴ്സിറ്റിയിലുള്ള ആ ഓപ്ഷൻ ഞാൻ ഉമ്മച്ചിനോട് പറഞ്ഞു, വേണ്ട, ഞാൻ യൂട്യൂബിലൊക്കെ നോക്കി താനേ പഠിച്ചോളാം. അങ്ങനെ പറഞ്ഞ് നൈസാക്കി ഞാനങ്ങ് ഒഴിവാക്കി. അങ്ങനെ ഞാൻ ഓൺലൈൻ ക്ലാസ്സിലങ്ങ് പോയി. അന്നവിടെ പബ്ജി ട്രെൻഡിങ് ആണ്. ഞാൻ നല്ല പോക്കോ ഫോണും എടുത്ത്, ഗെയിമിംഗ് ഫോണ്, എന്നിട്ട് നല്ല കളിയായി. 2 മണിക്ക് ശേഷമാണ് തുടങ്ങുക. ഒരു ദിവസം ഉപ്പച്ചൊക്കെ വന്ന് നോക്കുമ്പോൾ 2 മണിക്ക് ഞാനിങ്ങനെ പിറ്റേ ദിവസം ഒരു ചർച്ച നടന്നു. പരിപാടി നിർത്താം, നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ തന്നെ പോവാം, ഇവിടെ പോയിട്ടൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞു. പിന്നെ എന്തായാലും എനിക്കും ചെറിയൊരു ബോധമൊക്കെ വന്ന് എന്തായാലും മാറ്റിയേക്കാന്ന് വിചാരിച്ച് ഞാൻ വീട്ടുകാരോടെ നേരെ യൂണിവേഴ്സിറ്റിയിലോട്ട് വന്നു. അന്ന് AF സാറിനെയാണ് ആദ്യമായിട്ട് കാണാൻ പോയത്. കുറച്ചു നേരം സംസാരിച്ച് അതിനുശേഷം നേരെ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ എന്താ പറയുക, സാർ എന്നോടൊരു വർത്തമാനം പറഞ്ഞു. പിന്നെ സാധാ ഒരു സ്കൂളിൽ പോയി ചേരുകയാണെങ്കിൽ ഒരു ഗ്ലാസ് എടുത്ത് അതിൻ്റെ അകത്ത് ഒരു ഐസ് ഇട്ടുണ്ടെങ്കിൽ അതിലെത്ര ഭാഗം മുകളിൽ പൊങ്ങി വെക്കുന്നുണ്ടോ അത് കഴിഞ്ഞ് പഠിക്കുള്ളൂ. പക്ഷേ യൂണിവേഴ്സിറ്റിയിൽ വന്നിട്ടുണ്ടെങ്കിൽ നീ ആ ഗ്ലാസ്സിൽ മുങ്ങിക്കിടക്കുന്ന മൊത്തം ഐസും നീ പഠിക്കുന്നു പറഞ്ഞു. അത് ഇവിടെ നിന്ന് ഇറങ്ങുമ്പം എനിക്ക് കറക്റ്റായിട്ടാണ് തോന്നിയത്. കാരണം എൻ്റെ കൂടെ പഠിച്ച് 10ാം ക്ലാസ് വരെ പഠിച്ച് അതിനുശേഷം സാധാ സ്കൂളിൽ പോയി അവിടെ നിന്ന് പഠിച്ച പല കുട്ടികളും പഠിക്കാൻ റിപ്പീറ്റ് ചെയ്യാണ്. നിങ്ങൾക്കിപ്പോൾ കിട്ടുന്ന ഏറ്റവും വലിയ ഒരു ഇതും അത് തന്നെയാണ്. NCERTയിൽ എന്തൊക്കെ ഉണ്ടോ അത് മൊത്തം പഠിക്കാൻ പറ്റും. അതിനുള്ള സോഴ്സ് ഇവിടെ നൽകുന്നുണ്ട്. പക്ഷെ അത് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് അവിടുത്തെ ചോദ്യം. തീർച്ചയായും +2-ലെത്തിയ നിങ്ങൾക്ക് അങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ ഉള്ള ഒരു ഇത് വരാനുള്ള ടൈമായി. കുറച്ചൊരു പകുതി ആയപ്പോൾ +1 അവസാനമായപ്പോഴൊക്കെയാണ് ഞാൻ ഹോസ്റ്റൽ തുറന്ന് ഞാൻ ആദ്യം പോകുന്നത് മൈത്രിയിലോട്ടാണ്. സാറ് ഞങ്ങളെ വന്ന് മോട്ടിവേറ്റ് ചെയ്ത് 11 മണിക്കാണ് ഞങ്ങൾക്ക് സ്ലീപ്പിംഗ് ടൈം. 11 മണിക്ക് ഹോസ്റ്റൽ ഇത് കഴിഞ്ഞാൽ സ്റ്റഡി ഹാൾ കഴിഞ്ഞാൽ നേരെ ഞാൻ റൂമിൽ ചെല്ലും. 11:10 ആകുമ്പോഴേക്കും ലൈറ്റ്സ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ഒരു അടിയുണ്ട്. ആ സമയമാകുമ്പം എല്ലാവരും ലൈറ്റ് ഓഫ് ആയി കിടക്കും. പിന്നെ അവസാനമൊക്കെ ആകുമ്പോഴേക്കും 11:10 ശേഷം ഇരിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇരിക്കാനുള്ള ടൈമുണ്ട്. പക്ഷെ ഞാൻ ഇരിക്കില്ല. അങ്ങനെ രാവിലെ 5 മണി 5:45 സ്റ്റഡി ഹാൾ. അപ്പോൾ ഞാൻ ഒരു 5:30 ആകുമ്പോഴേക്കും എണീച്ച് എല്ലാ പരിപാടിയും കഴിച്ച് 5:45 ആകുമ്പോഴേക്കും സ്റ്റഡി ഹാൾ കയറും. 2022 നീറ്റാണ് ഞാൻ എഴുതിയത്. അപ്പോൾ ഇപ്പോൾ 23, നിങ്ങൾ 24 അല്ലേ? അപ്പോൾ 22 നീറ്റ് പറയുമ്പോൾ ബയോളജി ആയിരുന്നു കുറച്ച് ഇതായിട്ട് വന്നത്. ഫിസിക്സും സാധാരണ എല്ലാവരും എന്താ പറയുക, ഫിസിക്സിലായിരുന്നു കഷ്ടപ്പാട്. അപ്പോൾ ഫിസിക്സ് പഠിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവസാന സമയമൊക്കെ ആയപ്പോൾ ഞാൻ കുറേ ടൈം ഫിസിക്സിന് വേണ്ടി നോക്കി. ബയോളജി സാറിൻ്റെ റാപ്പിഡ് റിവിഷനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെയാണ് ഞങ്ങൾ യൂട്ടിലൈസ് ചെയ്തത്. അതിനുശേഷം ഈ അവസാനമായപ്പോൾ ഫിസിക്സിന് കുറച്ചധികം സമയം കൊടുത്തു. അപ്പം ബയോളജി നമുക്ക് കിട്ടും എന്നുള്ളൊരു വിശ്വാസമായിരുന്നു. ആ ഒരു രീതിയിലാണ് പഠിച്ചത്. അപ്പം എക്സാം എഴുതുന്നവരെ എനിക്ക് കിട്ടൂല എന്നുള്ളൊരു ഇതാട്ടോ എൻ്റെ മനസ്സിൽ. പക്ഷെ കിട്ടിയില്ല, എന്താണ് അടുത്ത ഓപ്ഷൻ, റിപ്പീറ്റ് ചെയ്യാം, വേറെ ഒന്നുമില്ല. അതുകൊണ്ട് വലിയ ടെൻഷനൊന്നും ഇല്ലായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് എങ്ങനെ ഈ എക്സാമിന് കയറുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കിട്ടലും ആ ക്വസ്റ്റ്യൻ നിങ്ങൾ അടിച്ചിട്ട് നോക്കൂലേ, അങ്ങനെ നോക്കിയ ടൈമിൽ മനസ്സിലായി ഏകദേശം സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. തുടക്കം തന്നെ ഫിസിക്സ് ആട്ടോ അടിച്ചിട്ട് നോക്കിയത്. അപ്പോൾ ഫിസിക്സ് നോക്കുമ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും അത്യാവശ്യം സിമ്പിളാണ്. അങ്ങനെ ഫിസിക്സ്, കെമിസ്ട്രി, ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്ത ബയോളജിയാണ്. സംഭവം ഇതാണെങ്കിലും ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് ആ ഒരു രീതിയിലാണ് അറ്റംപ്റ്റിങ് ചെയ്യാറ്. അപ്പം ബയോളജി ചെയ്ത് കുറച്ചൊക്കെ ഇങ്ങനെ പോയി നോക്കുമ്പോൾ വായിച്ച് ക്വസ്റ്റ്യൻ തീരുന്നില്ല. ക്വസ്റ്റ്യൻ ഭയങ്കര ലെങ്തി രീതിയിലാണ് വരുന്നത്. അങ്ങനെ ക്വസ്റ്റ്യൻ കുറേ നോക്കി. അങ്ങനെ കുറച്ച് ടൈം ബയോളജിയിൽ അങ്ങ് പോയി. അതിനുശേഷം കെമിസ്ട്രി കഴിഞ്ഞിട്ട് ചെയ്ത്, ഫിസിക്സ് ചെയ്ത്. അപ്പോൾ ഈ ചെയ്യുമ്പോഴൊക്കെ മനസ്സിലെ വിശ്വാസം എന്താ വെച്ചാൽ, സിമ്പിളാണ്, പരീക്ഷ അത്യാവശ്യം കുഴപ്പമില്ല എന്നുള്ള രീതിയാണ് പോകുന്നത്. അങ്ങനെ തന്നെ ചെയ്ത് എക്സാം ലാസ്റ്റ് ഒരു 10-15 മിനിറ്റ് മുമ്പേ തീർന്നു. പക്ഷെ തീർന്നിട്ട് കാര്യമില്ല, എല്ലാ ക്വസ്റ്റ്യൻസ് അത്യാവശ്യം അറിയുന്നൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ 2-3 ക്വസ്റ്റ്യൻസ് കിട്ടാത്തുണ്ടായിരുന്നു. അത് തന്നെ ഇരുത്തി ആലോചിച്ച് എന്നിട്ടും കിട്ടിയില്ല, അതവിടെ വിട്ട്. പരീക്ഷ കഴിഞ്ഞ് തിരിച്ചിറങ്ങിയപ്പോൾ വിചാരിച്ച് ഓക്കെ, അത്യാവശ്യം കിട്ടുന്നുണ്ടാവും. അങ്ങനെ അന്ന് രാത്രി തന്നെ ആൻസർ കീ ഒക്കെ വന്ന് അതൊക്കെ അടിച്ച് നോക്കി. അപ്പം എങ്ങനെ നോക്കിയാലും
600 റേഞ്ചേ വരുന്നുള്ളൂ. ബയോളജി പോയി കൈമന്ന്, കാരണം കുറേ എണ്ണം അറിയുന്നതിനെ തെറ്റിച്ചിട്ടുണ്ട്. അങ്ങനെ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് പല ഇതും വരും. അതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ അത് കറക്റ്റ് ആ ഒരു ഇതിലൂടെ പോകാത്തത് കൊണ്ടാണ്. ബയോളജി ഞാൻ അവസാനമായപ്പോഴും കുറേ ഒഴിവാക്കി വിട്ട്, കാരണം ഇത്രയും നാൾ ബയോളജി തന്നെയാണ് പഠിച്ചത്. അപ്പോൾ ഇനിയും ബയോളജി തന്നെ നോക്കണ്ട, ഫിസിക്സ് ലേശം നോക്കാന്ന് പറഞ്ഞിട്ടാണ് ഫിസിക്സ്. അപ്പോൾ ഫിസിക്സിൽ അത്യാവശ്യം സ്കോറായി. എത്ര വെച്ചാൽ 45 ക്വസ്റ്റ്യനിൽ 40 ക്വസ്റ്റ്യനും അതിൻ്റെ മുകളിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ ബയോളജിയിൽ എന്താ വെച്ചാൽ 10 ക്വസ്റ്റ്യനൊക്കെ തെറ്റിപ്പോയി. 10 ക്വസ്റ്റ്യൻ തെറ്റിപ്പോയെന്ന് പറഞ്ഞാൽ ചില്ലറയില്ല, കഷ്ടപ്പാടാണ്. അപ്പോൾ വേറൊന്നുമില്ല, എങ്ങനെ കൂട്ടിയാലും ആ റേഞ്ച് അപ്പോൾ തന്നെ യൂണിവേഴ്സിറ്റി മറ്റേ ഇതൊക്കെ വരും, ഗൂഗിൾ ഫോമിൽ ഫില്ല് ചെയ്യണം, എത്ര മാർക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഫില്ല് ചെയ്ത് അങ്ങനെ റിസൾട്ട് വന്ന് നോക്കിയപ്പോൾ 599 ആണ് കിട്ടിയത്. അപ്പോൾ ഓൾ ഇന്ത്യ റാങ്ക് എത്ര 21,000 വന്നത്. 21,000 കഴിഞ്ഞ വർഷം ഒന്നും 21,400 ആ റേഞ്ചിൽ കഴിഞ്ഞ വർഷം കിട്ടിയിട്ടില്ല. അപ്പോൾ തന്നെ റിപ്പീറ്റ് ചെയ്യാന്നുള്ള ഒരു രീതിയിലും പോയി. പ്രശ്നമില്ല, കിട്ടുകയാണെങ്കിൽ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ഇറങ്ങാമെന്നുള്ള രീതിയിലാണ് പോയത്. അങ്ങനെ +1 +2 ഒരു 2 മാസം റിപ്പീറ്റും ഇത് രണ്ടും ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് 2 കാര്യം എനിക്കറിയാം. ഞാൻ പറയുന്നത് വെച്ചാൽ കഷ്ടപ്പാടാണ് റിപ്പീറ്റ്, വെറുതെ അയിമേൽ പോകണ്ട. കാരണം നമുക്ക് വലിയ പ്രശ്നമില്ല, ഈ UPSC പഠിച്ച് നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ റിപ്പീറ്റ് സിമ്പിളായിരിക്കും. പക്ഷെ എൻ്റെ കൂടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടല്ലോ, സാധാ സ്കൂളിൽ വന്നിട്ട് നമ്മൾ ഇത് പഠിക്കുന്നത്, അവരെ പ്രശ്നം എന്താ വെച്ചാൽ അത് ഭയങ്കര ടാസ്ക്കാണ്. അവർക്ക് ആദ്യമായിട്ട് കാണുകയാണ് 4 ഓപ്ഷൻ്റെ ഉത്തരം എഴുതണമെന്ന് പറഞ്ഞാൽ ആ ഒരു മെത്തേഡ് തന്നെ ട്രാക്ക് കയറാൻ കുറച്ച് ടൈം എടുക്കും. ആ ഒരു ടൈം എടുക്കുക, പിന്നെ ഇമെയിലിലെ പ്രഷർ, പിന്നെ ഫുള്ള് പ്രശ്നമാണ്. അതൊന്നും ഇതാക്കാണ്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ എടുക്കാൻ പറ്റുന്നത് +1 +2 ഇപ്പം പഠിച്ചാലാണ്. അതിന് പഠിക്കാന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ആ ഒരു പഠിക്കുന്ന മെത്തേഡൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഇവിടുന്ന് എപ്പോഴും പറഞ്ഞു തരുന്നുണ്ടാവും. പക്ഷേ നമ്മൾ പിന്നെ കുറേ വേറെ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ആ ഒരു ഇതിലോട്ട് നോക്കൂല. എത്ര ആയാലും നെവർ മൈൻഡ് അടിച്ച് എങ്ങനെയായാലും +1 +2 അതാണ് ഫസ്റ്റ്. +1 +2 ഇല്ലാണ്ട് നീറ്റ് കിട്ടൂലല്ലോ. അങ്ങനെ +1 +2 ആദ്യം പഠിക്കാന്നുള്ള രീതിയായിരിക്കും. ഞാനും +1 +2ന് തീരെ വില കൊടുത്തിട്ടില്ല. കാരണം +1 +2 സാധാരണ സാർ തന്നെ പറയുന്നുണ്ട്, അത് ആ ഒരു ടൈം ആകുമ്പോൾ നിങ്ങൾ താനേ പഠിക്കും. ലാസ്റ്റ് 1 മാസമൊക്കെ ആകുമ്പോൾ വെറുതെ ഇപ്പോഴേ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. +1 +2 എന്ന് പറഞ്ഞാൽ അവസാന പരീക്ഷേൻ്റെ 1 മാസം മുമ്പൊക്കെ പല സാർമാരൊക്കെ കൊണ്ടുവന്ന് ഫുള്ള് നിങ്ങൾക്ക് അടുപ്പിച്ച് ക്ലാസ് ഇട്ട് തരും. എങ്ങനെ പരീക്ഷ ചെയ്താണോ അതിന് ആ ഒരു മെത്തേഡ് നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ടോട്ടൽ ഇത്രയും നേരമുള്ള ഇത് ഒഴിവാക്കേണ്ട ആവശ്യമില്ല. ഈ ടൈമിൽ നിങ്ങൾ മാക്സിമം എൻട്രൻസ് പഠിക്കുക. എന്നിട്ട് എൻട്രൻസ് പഠിക്കുക എന്ന് പറഞ്ഞാൽ അതും +1 +2 തന്നെയാണല്ലോ. പക്ഷേ അതിലൊരു മെത്തേഡ് തിയറി മാറുന്നുണ്ട് എന്നാണ്. ആ രീതിയിൽ പഠിക്കാനുള്ള നിങ്ങൾ അവസാനം പഠിക്കും. അപ്പോൾ മാക്സിമം ഈ ടൈമിൽ അത് തന്നെ പഠിക്കുക. ഏത് എൻട്രൻസ് പഠിക്കാൻ നോക്കുക. എൻട്രൻസ് പഠിക്കാൻ നോക്കിയാൽ എന്താ വെച്ചാൽ എൻട്രൻസിൽ പഠിച്ചാൽ നിങ്ങൾക്ക് എന്തായാലും ഞാനങ്ങനെ പഠിച്ചാണല്ലോ, എനിക്ക് +1 +2 5 മാർക്കാണ് പോയിട്ടുള്ളൂ ടോട്ടൽ. ഇപ്പോൾ നിങ്ങൾ മാക്സിമം നീറ്റിന് വേണ്ടി പഠിക്കുക. നീറ്റോ ജെയ്യോ എന്തായാലും നമ്മൾ പിന്നെ ഹോസ്റ്റലിൽ നീറ്റ് ജെയ് എല്ലാവരും ഒരുമിച്ചുണ്ടാകുക. ഇനിയുള്ള ഈ ടൈമിൽ നിങ്ങളത് ചെയ്യാൻ തുടങ്ങണം. ഇത്രയും നാൾ തുടങ്ങിയില്ലേ, കാരണം ഇനി തുടങ്ങിയാൽ മതി, അത് ഞാൻ ഗ്യാരണ്ടിയാണ്. ഇനി തുടങ്ങിയാൽ മതി എന്ന് ഷുവറാണ്. അത് ഞാനൊക്കെ പണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോണ്ടല്ലോ, ഓരോരുത്തരിങ്ങനെ ഒന്ന് പറയുമ്പോൾ എനിക്ക് ലാസ്റ്റ് ഇനി തുടങ്ങിയാൽ മതി പറയുമ്പോൾ ഇങ്ങനെ പോകും. ഓക്കെ സൂപ്പർ, അങ്ങനെ തന്നെയാണ്. ഇനി തുടങ്ങിയാൽ മതി, സൂപ്പറായിട്ട് കിട്ടും നിങ്ങൾക്ക് പരീക്ഷ. അപ്പം ഇനിയിപ്പം 2024 ഏതൊരു പരീക്ഷ ആയാലും എൻട്രൻസ് എക്സാം എഴുതി അത് നല്ല രീതിയിൽ പാസ്സാകാൻ വേണ്ടി എൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഞാൻ നേരുന്നു. ബെസ്റ്റ് ഓഫ് ലക്ക്.